എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആത്മഹത്യയിലാക്കി. ഫൈനാൻസുകാർ എൻ്റെ വീട് ജപ്തി ചെയ്തു. എൻ്റെ മാനസിക തെറ്റ് നിലയിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ ലിൻസാറിന്റെ ഒരു പോസ്റ്റ് FB കണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ എൻ്റെ കുടുംബ ബന്ധത്തെ എനിക്ക് ചേർത്ത് നോക്കാൻ കഴിയും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളും ആയിക്കോട്ടെ, നമ്മുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കിയാൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. ഏത് പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരാൾ, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അവരോട് വന്ന് അത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. വെറും 3 മാസം കൊണ്ട് സ്വപ്നമായ യൂറോപ്പിന്റെ ഒരു ജോലി, 65 ലക്ഷം ക്യാഷ്, ഇന്ന് ഈ ഒരു സക്സസ് ലൈഫ് വെറും 3 മാസം കൊണ്ട് നേടിയിട്ടുള്ള ആ ഒരു വ്യക്തിയാണ് ഷീല മത്തായി. അപ്പൊ ഇത്രയും വിഷമത്തിലൂടെ കടന്നു പോയ ഷീല മത്തായിക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമോ ഇല്ലയോ? ഓക്കെ, സോ I would like to welcome Sheela Mathai. ജീവിതത്തിൽ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഞാൻ കഴിഞ്ഞ 1 വർഷം കൊണ്ട് സക്സസ് ലൈഫ് നേടിയ എന്റെ വിജയം കുറിച്ചറിയാൻ നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരുപാട് നാളായിട്ടുള്ള യൂറോപ്പ് ജോബും കൂടിയാണ് മൈൻഡ് പവർ യൂസ് ചെയ്തുകൊണ്ട് ഷീല മത്തായി അച്ചീവ് ചെയ്തിരിക്കുന്നത്, അതും വെറും 10 മാസം കൊണ്ട്. സോ കൺഗ്രാറ്റുലേഷൻ ഷീല മത്തായി ആൻഡ് ഫാമിലി. വെൽക്കം ടു മൈ സ്പീച്ച്. ഐ ആം ഷീല മത്തായി. ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. ഞാൻ ഡൽഹിയിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 5 മക്കളാണ്. 4 പെൺമക്കളുള്ളതിന് എൻ്റെ അപ്പച്ചൻ്റെ കുടുംബക്കാരൊക്കെ ഞങ്ങളെ ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട്. അപ്പച്ചൻ്റെ ചെറിയ കച്ചവടമായിരുന്നു ഞങ്ങളുടെ ഏക ആശ്രയം. എൻ്റെ സഹോദരൻ 39-ാം വയസ്സിൽ ഡയബറ്റിക് കിഡ്നി ഫെയിലിയറായി ഞങ്ങളെ വിട്ടുപോയി. ഞാൻ നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് വിദേശത്തേക്ക് യാത്രയായി. ഞാനും എൻ്റെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും ഒന്നിച്ച് ഞങ്ങൾ വിദേശത്തായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകെട്ടും അനാസ്ഥയും എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാക്കി. കുടുംബജീവിതം അത്ര നന്നായിരുന്നില്ല. സ്വദേശിവൽക്കരണം പ്രമാണിച്ച് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. 8 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് യാത്രയായി. 8 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ബിസിനസ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ജീവിതത്തിലെ നഷ്ടങ്ങളെല്ലാം ബാങ്കിൽ നിന്നും എൻ്റെ സ്വർണവും എല്ലാം പണയത്തിലായി. ജീവിതം വഴിമുട്ടി. അന്നും ഒരു കൊറോണ കാലമായിരുന്നു. എൻ്റെ ബിസിനസ് തകർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആത്മഹത്യയിലാക്കി. ഫൈനാൻസുകാർ എൻ്റെ വീട് ജപ്തി ചെയ്തു. മുന്നോട്ട് പോകാൻ കഴിയാതെ ഞാൻ വളരെ നിരാശയിലായി. വളരെ വീട്ടിൽ നിന്നും ഞങ്ങളെ ഇറക്കി വിട്ടു. അങ്ങനെ കൊട്ടാരക്കരയിൽ എൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് ഞാൻ പോയി. അമ്മച്ചി എന്നെയും എൻ്റെ കുടുംബത്തെയും ചേർത്ത് നിർത്തി. അങ്ങനെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശിയ പോലെ ദുബായിൽ നിന്നും ഒരു ജോബ് ഓഫർ കിട്ടി. 1 വർഷക്കാലത്തിനകം എൻ്റെ ജോലി അവിടെയും എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയി ഒരു പ്രൈവറ്റ് ഡ്യൂട്ടിയിൽ ചേർന്നു. പക്ഷേ അവിടെ ജോലി ചെയ്തിട്ട് എൻ്റെ വിദേശത്ത് നിന്നും വന്ന എൻ്റെ ഭർത്താവിൻ്റെ മരണം എനിക്ക് വളരെ ഒരു ഷോക്കായി. കുഴഞ്ഞുവീണ് ഒരു അജ്ഞാത ബോഡിയായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലായി. ബോഡി കിട്ടാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പോലീസ് കേസായി. 1 മാസം കഴിഞ്ഞ് എൻ്റെ അപ്പച്ചൻ്റെ വേർപാട് എന്നെ വല്ലാതെ എൻ്റെ ജീവിതത്തെ, എൻ്റെ മാനസികതയെ ആടി വെച്ചു. ജീവിതത്തിൽ ശരിക്കും ഒറ്റപ്പെട്ടു പോയതുപോലെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ പരിഹാസവും ഒറ്റപ്പെടലുകളും എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എൻ്റെ മാനസിക തെറ്റ് നിലയിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടർ ലിൻസാറിന്റെ ഒരു പോസ്റ്റ് FB കണ്ടത്. ജീവിതം സക്സസ് ആവുന്നതിന് മൈൻഡ് പവറിലൂടെ ജീവിതം സക്സസ് ആവുന്നതിനെ കുറിച്ച്. അങ്ങനെ മനസ്സിലൊരു സ്പാർക്ക് കിട്ടിയതുപോലെ ഞാൻ കോഴ്സ് ചേർന്നു. 41 ദിവസത്തെ സാറിന്റെ ക്ലാസ്സുകൾ, ടാസ്കുകൾ, മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്പർശിച്ചു. അതിലുപരി എൻ്റെ കുടുംബ ബന്ധത്തെ സ്പർശിച്ചു.
ഈ ടെക്നിക്കുകളിലൂടെ എൻ്റെ ജപ്തിയിലായിരുന്ന വീട് വിൽപ്പനയായി. അങ്ങനെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാവുന്ന ആത്മവിശ്വാസം കിട്ടി. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ എൻ്റെ കുടുംബ ബന്ധത്തെ എനിക്ക് ചേർത്ത് നോക്കാൻ കഴിയും. ഓരോ കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എൻ്റെ മനസ്സിന് വളരെ വലിയ സന്തോഷമായിരുന്നു. ഫോർഗീവ്നെസ്, എന്നോട് ശത്രുതയുണ്ടായിരുന്ന എല്ലാവരും എന്നോട് ക്ഷമിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വലിയ കൂട്ടുകാരെ പോലെയായി ഞങ്ങൾ. വിഷ്വലൈസേഷനിലൂടെ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ വിഷ്വലായി കണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പലതും ഞാൻ നേടിയെടുത്തു. പോസിറ്റീവായ കാര്യങ്ങളെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ വളരെ പോസിറ്റീവായി മാറി. ഹീലിംഗ് മെഡിറ്റേഷനിലൂടെ എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന കൈമുട്ട് വേദന, കാൽ വേദന, എൻ്റെ ശാരീരികമായ വേദന, അല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ബോഡി ഹീലിംഗ് പവർ കിട്ടി. അതുപോലെ മൊബൈല്, ഗോൾഡ്, ഫൈനാൻസ് എല്ലാം എന്നിൽ വന്നു ചേരുകയായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയായി. 11 മാസം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രൈവറ്റ് ഡ്യൂട്ടി ഒരു ഓഫ് പോലും ഇല്ലാതെ എനിക്ക് അഫർമേഷൻ എഴുതി വെച്ചു. എന്നുവെച്ചാൽ ഇന്ന് എന്താണോ വേണ്ടത്, ഇന്ന് എനിക്ക് സന്തോഷമാണോ വേണ്ടത് ഞാൻ എഴുതി വയ്ക്കും. ഇന്ന് എനിക്ക് വേണ്ടത് എൻ്റെ ഡ്യൂട്ടിയിൽ ഞാൻ ഹാപ്പി ആയിരിക്കണോ, എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കണോ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു അത്ഭുതമാണ് നടക്കുക. അഫർമേഷനിലൂടെ ഞാൻ അങ്ങനെ പലതും എൻ്റെ ജീവിതമല്ല എൻ്റെ ഡ്യൂട്ടി പോലും ഞാൻ സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വിഷമങ്ങൾ എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ജോലിയിലായാലും ആഹാരം പോലും കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയും എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരോടൊപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൊളീഗ്സിനോടും വളരെ സൗഹൃദമായിട്ട് പെരുമാറാൻ കഴിയും. എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്ത് ടിപ്സാണ് എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ? താങ്ക് യു. ഞാൻ ഉപയോഗിച്ച ടിപ്സാണ് ട്രസ്റ്റ് യുവർസെൽഫ്. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധിയിലായിരുന്നാലും നമുക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും. പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും കഴിയും. ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഏത് കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും വളരെ സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയും. വിഷ്വലൈസേഷൻ, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് വിഷ്വലായിട്ട് കണ്ടുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. മെഡിറ്റേഷനിലൂടെ നമുക്ക് ബോഡി ഹീലിംഗ് നമുക്ക് എടുക്കാൻ കഴിയും. ശാന്തമായ ഇടത്തിരുന്ന് മനസ്സിനെ ശാന്തമാക്കി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. ഫോർഗീവ്നെസ്, നമ്മളോട് വെറുപ്പുള്ള എല്ലാവരോടും അതിലൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് സ്ട്രോങ് ആക്കി വയ്ക്കാൻ കഴിയും. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജാണ്, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളോ ആയിക്കോട്ടെ നമ്മുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കിയാൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും സ്ട്രോങ് മൈൻഡ് സെറ്റും ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും മാറ്റി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. ഇന്ന് ഞാൻ വലിയ സന്തോഷമായ കാര്യം കൂടി പറയട്ടെ. ഇന്ന് എൻ്റെ ഡ്രീമിലേക്കായ യൂറോപ്പിലേക്ക് ഞാൻ എൻ്റെ വിസ നേടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ ഡിവിൻ സാർ ആൻറ്റി. ഇന്ന് എന്നെ ഈ ഒരു പേര് ഒരുക്കുന്നതിന്, ഈ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ എന്നെ ഒരുക്കിയതിന് എല്ലാവർക്കും നന്ദി.